ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മോക്ക് സ്കൂൾ ഓപ്പണിംഗ് പ്രമാണിച്ച് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഒരു ഇതുമായിട്ടാണ് നമ്മൾ പോകുന്നത്. മോക്ക് ലഞ്ച് ബോക്സ് ആയിരുന്നു നമ്മൾ പോയി ആദ്യമൊക്കെ നോക്കിയത്. നമ്മൾ പ്രീ കെ ജി ടൈമിൽ മോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൽ ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ ബോക്സ് ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു ബോക്സ് നോക്കി. പിന്നെ വാട്ടർ ബോട്ടിൽ നോക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, വാട്ടർ ബോട്ടിൽ ഇത് നല്ല ക്ലാസിക്കായിട്ട് വരുന്നൊരു ഇതാണ്. അകത്ത് ഗ്ലാസ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചൂടുവെള്ളമായിട്ട് യൂസ് ചെയ്യാം. ചൂട് നിൽക്കും, അത്യാവശ്യം നിൽക്കും. പിന്നെ നമ്മൾ ഇതൊക്കെ നോക്കിയായിരുന്നു, എന്താ കട്ടറും റേസർ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം പർച്ചേസ് ചെയ്തത് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വാങ്ങി വയ്ക്കണ്ടല്ലോ എന്ന് കരുതി. കാരണം റേസറൊക്കെ മേടിച്ച് വെച്ചാൽ അത് ഇതായിപ്പോവും, എന്താ കുറച്ച് കട്ടിയായിപ്പോവും ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ. അപ്പോൾ പിന്നെ ജസ്റ്റ് എന്തോ മോള് നിർബന്ധിച്ചിട്ട് ഒരെണ്ണം എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇയർ നമ്മൾ പോയപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഇയർ തിരക്ക് കുറവാണ്. പിന്നെ നമ്മൾ പിന്നെ ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെന്താ പെൻസില്, പിന്നെ പേന, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ, കളേഴ്സ്, പിന്നെ ക്രയോണ്, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു, പെയിൻറ്റ് അങ്ങനെ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് മാർക്കർ എനിക്ക് മേടിക്കണമായിരുന്നു. അപ്പോൾ ഈ മാർക്കർ വന്നിട്ട് കുറച്ച് കട്ടിയാണ്, എഴുതി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ചെറിയ നമ്മുടെ പെന്നിൻ്റെ ട്യൂബ് വരുന്ന അങ്ങനത്തതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചില്ല. പിന്നെ അങ്ങനെ എല്ലാം എടുത്ത് നോക്കുന്നുണ്ട്, റേറ്റൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നോക്കി. പിന്നെ മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നുണ്ട്, അമ്മ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും മേടിക്കുന്നില്ല. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഈ ബോക്സ് വന്നിട്ട് പ്ലാസ്റ്റിക്കാണേ, 68 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് വീണ്ടും അങ്ങ് വെച്ചു. പിന്നെ നമ്മൾ 2-3 ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. മോക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധമായിരുന്നു. അവൾ പറയുന്നത് അവൾക്ക് മതി. പിന്നെ നമ്മൾ ഇത് ഇഷ്ടമായി എനിക്ക്. അപ്പം അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്, റേറ്റും. പിന്നെ ഇത് ഒത്തിരി വലുതായിപ്പോയി കേട്ടോ. അപ്പം ഇതിൽ ഹസ്ബൻഡ് പറയുന്നുണ്ട് കുറച്ച് സ്പേസ് ഉണ്ട്, പക്ഷേ ഇതായി കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയി പോവും, പിന്നെ ഓവർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് വേണ്ട, ഒരുപാട് വലുത്, അതായത് നമുക്കൊക്കെ ഓഫീസിലോ അങ്ങനെയൊക്കെ നമുക്കൊക്കെ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മൾ അതൊക്കെ അങ്ങ് വെച്ചിട്ട് പിന്നെ വേറെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ നീ ഒന്ന് എടുക്കുന്നു വീണ്ടും വയ്ക്കുന്നു വീണ്ടും എടുക്കുന്നു, ഏതെങ്കിലും ഒന്ന് എടുത്തുകൂടെ എന്നൊക്കെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് നോക്കിയല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റേറ്റ് നോക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ റേറ്റ് നോക്കിയാട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ റേറ്റ് നോക്കിയാലും പിന്നെ കുറച്ച് എത്ര 20% എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ മോൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. പിന്നെ കുട നോക്കിയിട്ടുണ്ടായിരുന്നേ, ചെറിയ കുട. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടോ മേടിച്ച് തരുമെന്ന്. അപ്പോൾ പറഞ്ഞു ഇല്ല, വാങ്ങി തരില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങ് തിരിച്ചു വെച്ചു. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ട് 400 സംതിങ് ആയിരുന്നേ. അപ്പോഴത്തേക്കും ശരിയെന്ന് പറഞ്ഞു. പിന്നെ മോള് എന്താ ഇതൊക്കെ എന്താ ക്രയോണൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മേടിച്ചില്ല, കാരണം ഉണ്ട്, അനാവശ്യമായിട്ട് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ പക്ഷേ എന്താ പിന്നെ എനിക്ക് ഗമ്മ് വാങ്ങണമായിരുന്നു, പിന്നെ അത് മേടിച്ചു. ഒരു ഗമ്മ് എടുത്തു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ടൈം പാസ്സായിട്ട്. പിന്നെ മാർക്കർ കിട്ടി കേട്ടോ, ചെറിയ ഇത് വരുന്ന മാർക്കർ കിട്ടി. ഞാൻ ബ്ലാക്ക് നോക്കി, അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ആന കരിമ്പും തോട്ടത്തിൽ കയറുന്ന അവസ്ഥയാണ് എന്നെയും കൊണ്ട് എവിടെയെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോയാലെന്നാണ് പറയുന്നത്. കാരണം വേണ്ടെങ്കിൽ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ നോക്കി ഇത് വാങ്ങട്ടെ അതെടുക്കട്ടെ എന്നൊക്കെ. അപ്പം പിന്നെ അങ്ങനെ ഈ ഒരു മാർക്കർ എടുത്തു. എന്നിട്ട് ഞാൻ അത് കയ്യിൽ വരച്ച് വെക്കുക. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറയും, നിന്നെപ്പോലെ ഒരു മണ്ടി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്ത് കയ്യിൽ എഴുതാൻ പാടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടേ. പിന്നെ എന്തുവാ, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, അത് വേണോ ഇത് വേണോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്നും വേണ്ട, അവിടെ വച്ചിട്ടോ, ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതിയെന്ന്. പിന്നെ നമ്മൾ ബാഗ് നോക്കാൻ പോയി. ബാഗ് ഈ പറയും പോലെ ബാഗ് നോക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ കൊച്ചിനാണോ നോക്കുന്നത് അതോ നിനക്ക് വേണ്ടിയാണോ എന്ന്. അങ്ങനെ അതിനെ അവിടെ പിടിച്ച് മേടിച്ച് വെച്ചു. പിന്നെ ബോക്സ് നോക്കി, ബോക്സും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് വേണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അവൾ പറയുന്നുണ്ട് അത് വേണം, ഈ ബോക്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താ ഈ പറയും പോലെ ലാസ്റ്റ് ഇയർ മേടിച്ച ബോക്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പ്രാവശ്യത്തേക്ക് മേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഈ ബോക്സ് മേടിച്ചില്ല. പിന്നെ
ഈ പറയും പോലെ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ഇത് മാത്രമല്ല, അതായത് കുട്ടികളുടെ ഈ ബുക്സും ഇങ്ങനെ ഇത് മാത്രമല്ല, വേറെ ഒത്തിരി സാധനങ്ങളുണ്ട്. വലിയവരുടെ പാൻറ്റീസ് ആയിരുന്നാലും പിന്നെ ഈ റൂം സ്പ്രേ, പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇത് എവിടെയായിരിക്കും എന്നുള്ളത്. മോളപ്പം ഇതുപോലെ ക്യാപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷൂ മേടിക്കാൻ പോയപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്കൂൾ വെക്കേഷൻ ടൈം ആ ഒരു ടൈമിലാണ് മോൾക്ക് ഷൂ മേടിച്ചത്. അപ്പോൾ എന്താ, ഒരു ഷൂ ഉണ്ട്, അതിന് പുറമെ അവൾക്കൊന്നും കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ശരി ഒന്നും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു. അപ്പോൾ ആൾക്ക് ഈ പറയും പോലെ ഓപ്പൺ ഷൂ മതി എന്ന് പറഞ്ഞിട്ട് അത് നിർബന്ധമായിരുന്നു. പിന്നെ ഇങ്ങനെ ഓപ്പൺ ഷൂ മേടിച്ച്. അപ്പം സൈസ് വന്നിട്ട് നമ്മളുടെ 11 11 കുറച്ച് ലൂസായിട്ട് കിടക്കാൻ രീതിയിൽ 11 പറഞ്ഞത്. അവർ 12, 13 എടുത്തിട്ട് വന്ന് ലാസ്റ്റ് 11 എടുത്തുകൊണ്ട് വന്നു. അത് ഓക്കെ, മോൾക്ക് പാകമായിരുന്നു, കണക്കായിരുന്നു. അപ്പോൾ അവൾ ഹാപ്പിയായി. അവൾക്ക് കണ്ടോ 2 തുള്ളലൊക്കെ തുള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂ മേടിച്ചു. പിന്നെ നമ്മൾ ബുക്സൊക്കെ ഇതിനിടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് ബുക്സ് എടുത്തു, പിന്നെ ലഞ്ച് ബോക്സ് ടവലെടുത്തു. പിന്നെ ഈ പറയും പോലെ പിന്നെ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഇയർ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ ചെറിയ ഫാന്, പിന്നെ ഡ്രിമ്മർ, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ അവിടെ വെറൈറ്റി ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കിയതേ ഉള്ളൂ, ഇതൊന്നും മേടിക്കാൻ നിന്നില്ല. പിന്നെ ഞാനൊരു സോപ്പോ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ് ക്യൂട്ടായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡും എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്ത് നോക്കിയിട്ട് തിരിച്ചതുപോലെ വെച്ചു. പിന്നെ ഇതുപോലെ ഇതൊക്കെ ഉണ്ട്, നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ബില്ലിങ്ങിലൊന്നും അത്യാവശ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു. അതായത് 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാച്ച് ഉണ്ടായിരുന്നു, മൊബൈൽ ഉണ്ടായിരുന്നു, പിന്നെ ഹെഡ്സെറ്റ്, അങ്ങനെയൊക്കെ ലൈറ്റ്, നമ്മുടെ ചെറിയ ലൈറ്റ്, ചാർജർ, അങ്ങനെയൊക്കെ ഒത്തിരി സാധനങ്ങൾ. ഇതെല്ലാം ഹസ്ബൻഡ് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് വേണോ, ഇത് വാങ്ങുന്നുണ്ടോ എന്ന്. അപ്പോൾ ചോദിച്ചു ഇല്ല, ഞാൻ വെറുതെ നോക്കുന്നതാണ്, നീ ഒന്ന് ചുമ്മാ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ എത്ര പെർസെൻറ്റേജ് കുറയുമെന്ന് അറിയത്തില്ല. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഇതിൽ വരുന്ന റേറ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒത്തിരി നല്ല ഫോൺ ഉണ്ടായിരുന്നു, റേറ്റുള്ള ഫോണും നല്ല കമ്പനി സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം അവിടെ കമ്പനി, ഏകദേശം സാധനങ്ങൾ വരുന്നത് കമ്പനി ഐറ്റംസ് മാത്രമാണ്. അപ്പോൾ അതൊക്കെ നോക്കി. അങ്ങനെ ഇങ്ങനെ അപ്പം ഹസ്ബൻഡ് നോക്കുന്ന ടൈമിൽ ഞാൻ ഓരോ സൈഡുകളിലായിട്ട് അങ്ങോട്ട് പോയി അവിടെ എവിടെയൊക്കെ ചെന്ന് ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മതി ഇങ്ങോട്ട് പോരെ, അവിടെ ചുമ്മാ കിടന്ന് തപ്പണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കിട്ടിയ അവസരം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊരു സൈഡിൽ പോയപ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും മോൾക്ക് ബാഗ് വേണമെന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഗ് എടുക്കാൻ പോയി മോൾക്ക്. അപ്പോൾ ബാഗ് എനിക്കിഷ്ടപ്പെട്ടതാണ് കേട്ടോ എടുത്തത്. മോൾക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ ഇഷ്ടം തന്നെയാണ് മോളുടെ ഇഷ്ടമാണ് എൻ്റെത്. പിന്നെ നമ്മൾ ബില്ലിങ് സെക്ഷനിലോട്ട് പോയി. പിന്നെ എൻ്റെ ബാഗിനകത്തോട്ട് വയ്ക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് ബില്ലെല്ലാം ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒന്നും കൂടെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച ഐറ്റംസ്. ഫസ്റ്റ് നമ്മൾ ബാഗിൻ്റെ റേറ്റ് പറയാം. നല്ല ബാഗാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് നമുക്ക് അതിൽ വരുന്ന MRP അവിടെ ഇട്ടിരിക്കുന്നത് 1000 എബോയാണ്. 1095 രൂപയാണ് ബാഗിന് റേറ്റ് ഇട്ടിരുന്നത്. നമുക്ക് 1 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന റേറ്റ് 695 രൂപയ്ക്കാണ്. 3 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായി, ഹസ്ബൻഡിന് ഇഷ്ടമായി, മോൾക്ക് ഇഷ്ടമായി. അതായത് നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് അല്ലാതെ തന്നെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വന്നിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ബാഗാണ്. 2 ലഞ്ച് ബാഗ് മേടിച്ചു. അപ്പം ഇത് വന്നിട്ട് സാധാ, അതായത് ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയാനില്ല, 170 രൂപയാണ്. ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. പിന്നെ സൈഡിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരിത്. അപ്പം വലിയ ലാഭമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതെനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇത് വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ. രണ്ടാമത്തത് ഇതിൻ്റെ ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് 200 രൂപയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് അവിടെ 275 റേറ്റ് ഇട്ടിരുന്നത്. 2 കമ്പാർട്ട്മെൻറ്റുണ്ട്, ബാക്ക് സൈഡിലുമുണ്ട്, ഇതുമുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനും ഒരെണ്ണമുണ്ട്. കൊള്ളാം, എനിക്ക് നല്ലതായിട്ട് തോന്നി. അടുത്ത് നമ്മൾ മേടിച്ചതെന്ന് വെച്ചാൽ മോക്ക് ലഞ്ച് ബോക്സാണ് കേട്ടോ. ലഞ്ച് ബോക്സ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600, പിന്നെ ഇതിൻ്റെ റേറ്റ് 700 സംതിങ് ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് 490 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയ റേറ്റ്. നമുക്ക് ചൂടൊക്കെ ചൂട് നിൽക്കുന്ന രീതിയിലുള്ള ഇതാണ് മേടിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്.
അതായത് അത്യാവശ്യത്തിലധികം ഇതൊക്കെ കൊള്ളും കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇത് മേടിച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് അതായത് ഇതിനകത്തൊരു ചെറിയ ബോക്സും കൂടെ വരുന്നുണ്ടേ. അതും നല്ലതാണ്, നമുക്ക് കറിയൊക്കെ എടുക്കാനായിട്ട് ഒരു കുഞ്ഞു ബോക്സും കൂടെ വരുന്നുണ്ട്. അപ്പം MRP വന്നിട്ട് 600 സംതിങ്ങിൻ്റെത് 490 രൂപയ്ക്കാണ് കിട്ടിയത്. 690ൻ്റെത് 490 രൂപ, 200 രൂപ ലാഭമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ മേടിച്ചത് മോൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഒരു ലഞ്ച് ബോക്സ്, പിന്നെ പാവൂലെന്ന് കരുതിയിട്ട് അത് ചെറുതായി കേട്ടോ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ വന്നിട്ട് ഷൂ വന്നിട്ട് ഓപ്പൺ ഷൂ ആണ് മേടിച്ചത്. നമുക്ക് സ്കൂൾ അടയ്ക്കണ മുന്നേ ആയിട്ടാണ് അവൾക്ക് ഒരെണ്ണം മേടിച്ചത്. പിന്നെ അവൾ നിർബന്ധം പിന്നെ വിചാരിച്ചു എന്തായാലും എല്ലാം മേടിക്കുന്ന അതും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ഷൂ ആണ് മേടിച്ചത്. ഷൂ വന്നിട്ട് 660 രൂപയുടെ ഷൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 210, 260ൻ്റെത് 210, അത് ലാഭമായിട്ട് തോന്നി. നമ്മൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ആ റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ വന്നിട്ട് ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ടാണ്, ടെസ്റ്റൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 60 രൂപ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 രൂപ. പുറത്തെ റേറ്റ് എനിക്കറിയില്ല കറക്റ്റ് എത്രയാണെന്ന്, ലാഭമാണോ എനിക്കറിയില്ല. അടുത്ത് വന്നിട്ട് നമ്മൾ മേടിച്ചത് മോൾക്ക് 2 നോട്ട്ബുക്കാണ്. ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കാണ്, നല്ലതാണ്. MRP വന്നിട്ട് 32 രൂപ, നമുക്ക് കിട്ടിയിരിക്കുന്ന 22 രൂപയ്ക്കാണ്. നല്ലതാണ്. പുറത്ത് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഈ റേറ്റ് തന്നെ കൊടുക്കണം, ഈ 32 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ 22 രൂപ. മുമ്പ് ലാസ്റ്റ് ഇയർ നമുക്ക് മേടിച്ച ബുക്സൊക്കെ ഇരുന്നതുകൊണ്ട് ഇത് മാത്രമേ നമ്മൾ മേടിച്ചുള്ളൂ. ഒരുപാട് മേടിക്കാനൊന്നും നിന്നില്ല, വെറുതെ എന്തിനാണെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം. പിന്നെ വന്നിട്ട് ലഞ്ച് ടൗവൽ വന്നിട്ട് 20 രൂപയാണ്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ 3 എടുത്ത് ടവൽ. പുറത്തും ഇതാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ രാമേന്ദ്രയിൽ ഇതിലും വില കുറവായിരിക്കാം, അറിയില്ല. അപ്പം 3 എടുത്ത് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ ഒരു പിയേഴ്സ് സോപ്പ് എടുത്തേ. സോപ്പിൻ്റെ വില വന്നിട്ട് 100 രൂപയാണ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് 98 രൂപയ്ക്കാണ്. അല്ല 2 രൂപ ലാഭം. ഈ ലാഭമൊക്കെ എവിടെ കൊണ്ടുവയ്ക്കുമോ എന്തോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതെടുത്തായിരുന്നു, ഗമ്മ് സ്റ്റിക്കായിട്ട് വരുന്നത്, ഗ്ലൂ സ്റ്റിക്ക്, ഗ്ലൂ സ്റ്റിക്ക് 26 രൂപയാണ് ഇത് നമുക്ക് കിട്ടിയ റേറ്റ്. ഇതിൽ റേറ്റ് വന്നിട്ട് 33 രൂപയാണേ. പിന്നെ വന്നിട്ട് മാർക്കർ വന്നിട്ട് 10 രൂപയുടേത്, നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 രൂപയ്ക്ക്. ഓക്കെ, 2 രൂപ ലാഭമുണ്ട്. പുറത്ത് 15 രൂപ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഇതിപ്പോൾ നമുക്ക് 8 രൂപയ്ക്ക് കിട്ടി. പിന്നെ വന്നിട്ട് ഇത് വൈറ്റ്നർ മേടിച്ചു. വൈറ്റ്നർ വന്നിട്ട് എത്ര രൂപയാ, ഒരു സെക്കൻഡ്. വൈറ്റ്നർ വന്നിട്ടും 8 രൂപയാണേ, അതും ലാഭമായിട്ട് തോന്നി. 15 രൂപയുടേത് 8 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് ലാഭമാണെന്ന് തോന്നുന്നു. അതായത് ഒരു പെന്നിൻ്റെ അത്രയേ ഉള്ളൂ, കൊള്ളാം. അതും എനിക്ക് നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ സ്ഥലം വരുന്നത് പോലീസ് ക്യാൻറ്റീൻ, നമ്മുടെ നന്ദാവനം റോഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.